ADGP അജിത് കുമാർ നൽകിയ റിപ്പോർട്ടാണ്. തൃശൂർ പൂരം കലക്കിയതാണോ, അതിൽ ഗൂഢനീക്കമുണ്ടായോ എന്ന ആക്ഷേപം ഉയരുന്നത് ഇടതുമുന്നണിക്കകത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് CPI VS സുനിൽകുമാർ അവിടുത്തെ സ്ഥാനാർത്ഥിയടക്കം ഈ വിഷയത്തിൽ ശക്തമായി നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ആക്ഷേപങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് ഇന്നലെ DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. തൃശൂർ പൂരം കലങ്ങിയതിൽ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ലെന്നാണ് ADGP MR അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. ബാഹ്യ ഇടപെടലെന്ന് പറയുന്ന റിപ്പോർട്ടിൽ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിൻ്റെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. പൂരം ഏകോപനത്തിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിൽ വീഴ്ച ഉണ്ടായെന്നും പരിചയക്കുറവാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ടിലെ കണ്ടെത്തൽ തള്ളി CPI നേതാവും തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാറും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണ് ഈ വിധത്തിൽ CPI സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് MR അജിത് കുമാർ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ട് വിശ്വസിക്കണോ എന്ന ചോദ്യം CPI തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാഹചര്യമില്ലെന്നും തൃശൂർ പൂരം വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നുമാണ് K. മുരളീധരൻ, അവിടുത്തെ UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K. മുരളീധരൻ നിലപാട്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. ഏറ്റവും ഒരു പുതിയ സംഭവവികാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബെനിഫിഷ്യറി BJP ആണല്ലോ. BJPയുടെ നേതാക്കളും വിജയിച്ച MPയും അവരും പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണം. CPIയുടെ സ്ഥാനാർത്ഥി പറയുന്നു ഏത് അന്വേഷണമാണെങ്കിലും സത്യം പുറത്തു വരണം. അദ്ദേഹം ഇന്ന് പ്രാഥമികമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, 3 പ്രധാനപ്പെട്ട കക്ഷികളും ഏതാണ്ട് ഒരേ ആവശ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വാശി? എന്തിന്? ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. കാരണം ഞങ്ങൾക്ക് പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പൂരം കലങ്ങിയ വിവാദം, ഇന്നിപ്പോൾ സുനിൽകുമാറും പറഞ്ഞിട്ടുണ്ട്, ആ പൂരം കലങ്ങിയ വിവാദമാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം മാറി. അപ്പം അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ ഞങ്ങളുടെ ഫീലിംഗ്, അജിത് കുമാർ RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ പൂരത്തിന് 1 വർഷം മുമ്പാണ്. പക്ഷെ അന്നത്തെ ചർച്ച ഒരു പക്ഷേ എങ്ങനെ BJPയെയും ഇടതുപക്ഷത്തിനെയും പരസ്പരം സഹായിക്കാം എന്നുള്ള ചർച്ചയായിരിക്കണം നടത്തി കാണുന്നത്. അതാണ് സാഹചര്യം. എന്താണ് ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്? അത് എവിടെ റിപ്പോർട്ട് എന്ന ചോദ്യത്തിനൊടുവിൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. പക്ഷേ ആ റിപ്പോർട്ട് വിശ്വസിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുന്നില്ല എന്ന ചോദ്യമാണ്. അത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം സ്വാഭാവികമാണ്, കണക്കിലെടുക്കാം. പക്ഷേ അതിനപ്പുറം ഇടതുമുന്നണിക്കകത്ത് തന്നെ ഇത് പ്രതിസന്ധിയാവുകയാണ്. ഇതുവരെ മൗനത്തിൽ കാര്യമായ പ്രതിഷേധം ആ തരത്തിൽ ഉന്നയിക്കാത്ത CPI അടുത്ത നിലപാടിലേക്ക് കടക്കുന്നു എന്ന സാഹചര്യമുണ്ട്. അതായത് MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് വിശ്വസിക്കാൻ തയ്യാറാവാതെ CPI രംഗത്ത് വരുമ്പോൾ ഇത് ഇടതുമുന്നണിക്കകത്തുണ്ടാക്കുന്ന പ്രതിസന്ധിയാണ്. ഇനിയൊരു റിപ്പോർട്ടിന് കാത്തിരിക്കാനാവില്ല. എന്താണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്? ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമുന്നയിക്കുന്നത് പ്രതിപക്ഷമാണ്. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകുമോ? തൃശൂർ പൂരം, അവിടെ BJPയുടെ വിജയം വലിയ രാഷ്ട്രീയ വിവാദമാണ്. ആ രാഷ്ട്രീയ വിവാദത്തിൽ ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വരുന്നത് ഇടതുമുന്നണിയും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുമാണ് എന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതാണ് സാഹചര്യം. ഗോപാലകൃഷ്ണൻ BJP നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ പൂരം റിപ്പോർട്ട് അംഗീകരിക്കാൻ CPIയും കോൺഗ്രസും തയ്യാറായിട്ടില്ല. ഉണ്ടെന്ന് തന്നെ അവർ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഒരു ആധികാരികതയെ എത്രമാത്രം മുന്നിൽ കാണും? ഈ കോൺഗ്രസും CPIയും ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവര് ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അംഗീകരിക്കണമല്ലോ. അവരൊരു റിപ്പോർട്ട് അംഗീകരിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ ഒരു അന്വേഷണം ഉണ്ടാവണമല്ലോ. ഒരു അന്വേഷണം ഉണ്ടാവണമെങ്കിൽ അതിലൊരു പരാതി വേണമല്ലോ. CPI പരാതി കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ സംഭവം നടന്ന് ഏതാണ്ട് 15 ദിവസം കഴിഞ്ഞിട്ടും ഒരു പരാതി പോലും CPIയും കൊടുത്തില്ല, CPIയും കൊടുത്തിട്ടില്ല, എമ്മും കൊടുത്തിട്ടില്ല, കോൺഗ്രസും കൊടുത്തിട്ടില്ല. പോലീസിന്റെ അന്വേഷണം
പോലീസുകാരാൽ അട്ടിമറിക്കപ്പെട്ട പൂരത്തിന്റെ കാര്യം പോലീസിന്റെ അന്വേഷണം കൊണ്ട് ഭൂഷണമാകില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അതുകൊണ്ട് BJP പോലീസിന് പരാതി കൊടുത്തു, ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തു, DGPക്ക് കൊടുത്തു. അതിൽ തൃപ്തി വരാതെ ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ജുഡീഷ്യൽ അന്വേഷണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ബോധപൂർവമായ അട്ടിമറി ഉണ്ടായോ അട്ടിമറി ഉണ്ടായില്ലയോ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണം. കാരണം പോലീസുമായി ഒത്തുചേർന്ന് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള അട്ടിമറിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഈ ഇടതുപക്ഷം അട്ടിമറി നടത്താൻ കാരണം 2016 തൃശൂർ പൂരത്തിന്റെ രക്ഷകനായിട്ടാണ് സുനിൽകുമാർ അവിടെ രംഗത്ത് വന്നത്. സുനിൽകുമാർ പൂരത്തിന്റെ രക്ഷകനായി വന്നു. കരിമരുന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് നിർഭാഗ്യവശാൽ ഹിന്ദു ഐക്യവേദിയുടെ ചില ആളുകൾ കരിമരുന്ന് ഉപേക്ഷിക്കണമെന്നും സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും അതുമായി ബന്ധപ്പെട്ട് ദേവസ്വങ്ങളിൽ അമർഷമുണ്ടാവുകയും ചെയ്തപ്പോൾ ഈ പൂരത്തിന്റെ കരിമരുന്നും മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഈ ഇടതുപക്ഷത്തിന്റെ സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിയാണ് അയാൾ രംഗത്ത് വരികയും അങ്ങനെ അമ്പലത്തിൽ കയറാത്ത, പാർമക്കാവോ തിരുവമ്പാടിയോ ക്ഷേത്രത്തിൽ ഇന്ന് വരെ കയറാത്ത മനുഷ്യൻ അവിടെ പൂരത്തിന്റെ രക്ഷകനായി വരികയും MLA ആയിട്ടുള്ള സുനിൽകുമാർ അന്ന് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും അവസാനം പൂരത്തിന്റെ രക്ഷകനായി അവതരിക്കുകയും ചെയ്തു. ആ രക്ഷകൻ എന്ന നിലയിൽ പൂരത്തിൽ അയാൾക്ക് കാര്യമായിട്ടുള്ള വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ജയിച്ചത്. അതേ രക്ഷക സ്ഥാനം വീണ്ടെടുക്കാൻ വേണ്ടി അയാൾ നടത്തിയിട്ടുള്ള ഒരു അന്തർനാടകം എന്നുവെച്ചാൽ അയാളെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള അന്തർനാടകമായിരുന്നു ഇവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ പോലീസ് രാവിലെ മുതൽ തന്നെ പോലീസ് ഈ നിലപാട് സ്വീകരിച്ചിരുന്നു. കണിമംഗലത്ത് നിന്ന് എഴുന്നള്ളിപ്പ് വന്നപ്പോൾ പോലീസ് ഇടപെട്ടു. ആ സമയത്ത് മന്ത്രി രാജൻ അവിടെ ഉണ്ടായിരുന്നു. രാജൻ അതിൽ ഇടപെട്ടില്ല. അതിനുശേഷം പൂരത്തിൽ കൊടമാറ്റത്തിൽ ആനയുടെ പട്ടയുമായി പോയിരുന്ന ആനപ്പാപ്പാനെ പോലീസ് അതിക്രമിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാജൻ വേണ്ടിയിട്ടില്ല. അതിനുശേഷം പൂരത്തിന്റെ കൊടമാറ്റത്തിൽ സ്വാഭാവികമായും അയോധ്യ ക്ഷേത്രമൊക്കെ കയറിയപ്പോ പിരിമുറുക്കം കൂടി. അതിനുശേഷം എന്റെ ചോദ്യം വളരെ സ്പഷ്ടമാണ്. 10:30 മണിക്ക് തിരുവമ്പാടി ക്ഷേത്രവുമായിട്ടാണ് പോലീസ് ഇടഞ്ഞത്. പോലീസ് ബാരിക്കേഡ് കെട്ടിയത് 10:30 മണിക്കാണ്. അന്ന് 10:30 മണിക്ക് ബാരിക്കേഡ് കെട്ടുമ്പോ മന്ത്രി രാജൻ എവിടെയായിരുന്നു? ഈ സുനിൽകുമാർ എവിടെയായിരുന്നു? 1 മണി വരെ അവിടെ സ്പർദ്ധ ഉണ്ടായി. പൂരത്തിന്റെ ലൈറ്റ് ഓഫ് ചെയ്തു. പന്തലിന്റെ ആ പൂരത്തിന്റെ മേളം നിർത്തിവെച്ചു. രാജൻ എവിടെയായിരുന്നു? സുനിൽകുമാർ എവിടെയായിരുന്നു? ഈ സമയത്ത് ഈ പ്രശ്നം അറിഞ്ഞ് ഓടിയെത്തിയവരാണ് ഞങ്ങൾ ഓടിയെത്തി വിഷയങ്ങൾ അന്വേഷിച്ച് ഈ വിഷയത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പൂരത്തിൽ പോലീസിനെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ അവിടെ ബഹളമുണ്ടാക്കിയപ്പോഴും രാജൻ വന്നില്ല, സുനിൽകുമാർ വന്നില്ല. അത് അനിശ്ചിതത്തിൽ നീണ്ട് 3 മണിയായപ്പോ ഞങ്ങൾ പോയി ഉറങ്ങിക്കൊണ്ടിരുന്ന സുരേഷ് ഗോപിയെ തട്ടി ഉണർത്തി വിളിച്ചു കൊണ്ടുവന്നു. ആ സുരേഷ് ഗോപി ഒരു മറ്റേ ആംബുലൻസിൽ കയറി ഞങ്ങൾ വിളിച്ചിവിടെ കൊണ്ടുവരുമ്പം എവിടെയായിരുന്നു സുനിൽകുമാർ? എവിടെയായിരുന്നു കോൺഗ്രസിന്റെ ആളുകള്? ശരി, താങ്കൾ ബി ഗോപാലകൃഷ്ണൻ താങ്കളൊന്ന് തുടരണം. താങ്കൾ ഒന്ന് തുടരണം. അനിൽ അക്കര കൂടിയുണ്ട്. അനിൽ അക്കര, ഇന്നലെയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഈ റിപ്പോർട്ടിൽ ഗൂഢാലോചന ഒന്നുമില്ലെന്ന് MR അജിത് കുമാർ DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിക്കാത്തത്? അല്ല, ഇതിനകത്ത് വളരെ കൃത്യമാണല്ലോ. MR അജിത് കുമാർ ഈ പറയുന്ന പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാളാണ്. അത് ഞങ്ങളല്ല അത് പറഞ്ഞത്. അത് LDF ഗവൺമെന്റിന്റെ പിന്തുണയ്ക്കുന്ന LDFന്റെ ഒരു MLA തന്നെയാണ് ഈ വിഷയം, MR അജിത് കുമാറിന്റെ വിഷയം പറയുന്നത്. അപ്പോ സ്വാഭാവികമായും ഒരു ഭരിക്കുന്ന മുന്നണിയുടെ MLA ഈ പൂരം കലക്കിയത് പിന്നെ ADGP ആണെന്ന് പറയുമ്പോൾ ആ ADGPയെ മാറ്റി നിർത്തി പുതിയൊരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. അത് അടിയന്തരമായി, അല്ലെങ്കിൽ അയാൾ നേരത്തെ തന്നെ ആ റിപ്പോർട്ട് അവതരിപ്പിക്കണമായിരുന്നു മറ്റു വിഷയങ്ങളില്ലെങ്കിൽ. അപ്പൊ ഇപ്പോ നൽകിയ റിപ്പോർട്ടിൽ ഈ പറയുന്ന SP-യുടെ ചില വീഴ്ചകൾ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് SP തന്നെ 2023 പൂരത്തിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ SP വീഴ്ച ഇങ്ങനെ നടത്തുന്ന സമയത്ത് ഈ SP മാത്രമല്ലല്ലോ, ഈ പറയുന്ന ADGP ഇവിടെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ IG ഇവിടെ ഉണ്ടായിരുന്നു, DAG ഇവിടെ ഉണ്ടായിരുന്നു.
രാവിലെ മുതൽ പിന്നെ ഘടകപൂരങ്ങൾ തടുക്കുന്ന സമയം മുതൽ തുടങ്ങിയ സമയത്ത് മുഴുവൻ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളിലൊന്നും ഈ ADGPയോ അല്ലെങ്കിൽ കമ്മീഷൻ മറ്റേ DIGയോ IGയോ ഒന്നും തന്നെ ഇടപെട്ടില്ല. ഇത് പർപ്പസ്ഫുള്ളി ആയിരുന്നു. പക്ഷേ ഇതുവരെ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഈ റിപ്പോർട്ട് സർക്കാർ നേരിട്ട് പ്രഖ്യാപിച്ചാണ് അന്വേഷണം. അതിനു മുമ്പ് ഇത് സംബന്ധിച്ച് ഒരു പരാതി പോലും നിങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. അല്ലല്ല, ഞാൻ ഉൾപ്പെടെ TN പ്രതാപൻ ഉൾപ്പെടെ KM മുരളീധരൻ ഉൾപ്പെടെ അന്ന് തന്നെ പൂരം കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുകയും പിറ്റേ ദിവസം മുഖ്യമന്ത്രി ഈ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തതാണ്. ആ ഉത്തരവിട്ട അന്വേഷണം റിപ്പോർട്ട് ഇത്രയും കാലം വന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനിടയിലാണല്ലോ നമ്മൾ ഒരു ഗവൺമെന്റിനെ വിശ്വസിച്ചിരുന്ന സമയത്തുള്ള ഗവൺമെന്റ് തന്നെ ഭാഗമായ ഒരു MLA ഇത് അട്ടിമറിച്ചതാണ് എന്ന് പറയുന്ന പല വെളിപ്പെടുത്തലും ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിനകത്ത് വളരെ കൃത്യം അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ആ ഗൂഢാലോചന എന്തൊക്കെയായിരുന്നു അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിന്റെയൊക്കെ റിസൾട്ട്, അതിന്റെ ബെനിഫിഷ്യറി ആരാണെങ്കിൽ ആൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആരാ ബെനിഫിഷ്യറി? പിണറായി വിജയനാണ് ബെനിഫിഷ്യറി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസുകളില്ലാതായി. ഇവിടെ BJP ഉൾപ്പെടെയുള്ള ആളുകൾ കരിവന്നൂർ വിഷയത്തിൽ വലിയ രീതിയിൽ സമരങ്ങൾ. ഇപ്പൊ അവരെവിടെയാണ്? ഈ പിന്നെ PR അരവിന്ദാക്ഷ വെച്ച് ആരാണ് ആദ്യത്തെ റെയ്ഡ് നടത്തിയ AC മോദിന്റെ വീട്ടിലാണ്. 48 ലക്ഷം കണ്ടുകെട്ടിയത് AC മോദിന്റെയാണ്. അദ്ദേഹത്തെ പ്രതിയാക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പം ബെനിഫിഷ്യറി ആരാണ്? CPM BJP ആണ് ഇതിന്റെ ബെനിഫിഷ്യറി. അതിന്റെ പ്രൊഡക്റ്റ് ആണ് സുരേഷ് ഗോപി. ഇതാർക്കറിയാത്തത്? അത് സ്വാഭാവികമാണ്. ഇപ്പൊ ആരാണ് ഈ പിണറായി സർക്കാരിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു മന്ത്രി തന്നെയാണ് പറയുന്നത് ഗൂഢാലോചനയുണ്ട്, ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബെനിഫിഷ്യറികൾക്ക് മാത്രമാണ് ഇതിനകത്ത് സംതൃപ്തിയുള്ളത്. രണ്ടാമത് ജയിച്ചു വന്ന സുരേഷ് ഗോപി എന്താണ് പറയുന്നത്? ഈ കമ്മീഷണറെ സ്ഥലം മാറ്റേണ്ട കാര്യമില്ല, ആ കമ്മീഷണർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അതിനകത്ത് വളരെ ക്ലിയർ അല്ലേ? കോൺസ്പിറസി വളരെ ക്ലിയർ ആണ്. ഇവരാരും അന്വേഷണം തീരില്ല. ജുഡീഷ്യൽ പവറിൽ അന്വേഷണം നടക്കണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങളുടെ ആവശ്യം. ജുഡീഷ്യൽ സംവിധാനം മറ്റൊരു അന്വേഷണം നടക്കണം. മുഖ്യമന്ത്രി അതിന് തയ്യാറാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. അവസാനമായി B. ഗോപാലകൃഷ്ണൻ, ഇക്കാര്യത്തിൽ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റേണ്ടത് നിലപാടെടുക്കുന്ന BJP ആണ്. അവിടെയാണ് ഈ CPIയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനിലക്കരയൊക്കെ പറയുന്നത് പോലെ ഒരു ഒത്തുകളി ആരോപണം കൂടുതൽ ശക്തമാവുന്നത്. മര്യാദകേട് പറയരുത്, അത് നിങ്ങളും പറയരുത്, ഈ കോൺഗ്രസിന്റെ ആളുകളും പറയരുത്. പോലീസിലെ ആദ്യമായിട്ട് പോലീസിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് BJP ആണ്. ഈ SP-ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഇയാൾ വിവരമില്ലാതെ സംസാരിക്കാന്ന്. ഈ മറ്റേ ഇലക്ഷനിൽ തോറ്റു പോകുമ്പം കൊതിക്കറിവില്ലേ, ആ കൊതിക്കറിവാണ് കോൺഗ്രസിന്റെ അനിലക്കരയ്ക്ക്. വിവരക്കേട് വിളിച്ചു പറയുകയാണ്. തൊട്ട് പിറ്റേ ദിവസം ഈ SP-ക്കെതിരായ നിലപാട് സ്വീകരിച്ച ആളുകളാണ് BJP. ഈ SP-യെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടവരാണ് BJP. ഈ SP-ക്കെതിരായിട്ട് ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്ത ആളാണ് BJP. ഈ SP-ക്കെതിരെ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരിക്കുന്ന ഞാനാണ്. ഞാൻ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. പിന്നെ ഇവര് പറയാം ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയെന്ന്. അത് ഈ നാട്ടിലെ ഏത് പോലീസുകാർക്കും ഇറക്കാം സ്റ്റേറ്റ്മെന്റ്. പരാതി കൊടുത്തോ? ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? ഞാൻ കൊടുത്തു. ഈ SP-ക്കെതിരായി നിലപാടെടുക്കണം. ഇതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടെങ്കിൽ അട്ടിമറി കണ്ടെത്തണം. ഇത് പരാതി കൊടുത്തവരാ ഞങ്ങൾ. എന്നിട്ട് ഇതിനൊരു വിവരക്കേട് വിളിച്ചു പറയുന്നത്. ഒരു പരാതിയും ഒരു ചുക്കും കൊടുക്കാതെ SP-യെ മാറ്റണ്ടെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? SP-ക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കണം, SP-യെ മാറ്റണം എന്ന് അതിശക്തമായി ആവശ്യപ്പെട്ടവരാണ് BJP. നെക്സ്റ്റ് ഡേ പിന്നെ ഇവര് കോൺഗ്രസ്സുകാരെ തോറ്റുപോയി സമ്മതിക്കാം. ശരി, കുളത്തിന്റെ കാര്യം വേറെ. BJP-യുടെ നിലപാട് അതാണ് തീർച്ചയായിട്ടും. അതായത് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യം BJP ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കുകയാണ്. വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, നമുക്കറിയാം ഈ റിപ്പോർട്ടിൻ്റെ കണ്ടെത്തൽ, അത് MR അജിത് കുമാർ എന്ന വ്യക്തി കൈമാറിയ റിപ്പോർട്ട് സ്വാഭാവികമായും അത് എത്ര കണ്ട് അംഗീകരിക്കപ്പെടുമെന്ന സംശയം തുടക്കം മുതലുണ്ട്. പക്ഷേ ഇതിൽ CPIയും കോൺഗ്രസും ഒക്കെ ഉന്നയിച്ച ആക്ഷേപവുമായി യാതൊരു തരത്തിലും ചേർന്ന് പോകുന്ന കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നതാണ് പ്രധാനമായും ഇത്തരമൊരു രാഷ്ട്രീയ ചിത്രം ഉണ്ടാക്കുന്നത്, അല്ലേ വിനോദ്? സൈത്ത്, ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ട് വന്ന സമയം തന്നെ വലിയ വിവാദമുണ്ടാക്കുകയാണ്. കാരണം തൃശ്ശൂർ പൂരം കഴിഞ്ഞ് മാസങ്ങളാകുന്നു. അപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണമാണ്. ഇതുവരെ ഈ ഒരു അന്വേഷണത്തെക്കുറിച്ച് ഒരു വിവരവും പുറത്തു വന്നിരുന്നില്ല. മാത്രമല്ല ADGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ സർക്കാരിന് കൈമാറുകയാണ്. എന്തുകൊണ്ട് ഇത്ര കാലതാമസം വന്നു എന്നത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് വൈകിയത് എന്തുകൊണ്ട്? അങ്കിത് അശോകിന്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ബാഹ്യ ഇടപെടലില്ല എന്ന കാര്യം കണ്ടെത്താൻ ഈ മാസങ്ങൾ വേണ്ടിയിരുന്നോ എന്ന കാര്യമാണ് പ്രധാനമായും ഉയർന്നു വന്നത്. മാത്രമല്ല
PV അൻവറിൻ്റെ ആരോപണങ്ങൾ അത് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മുന്നണിയെ പിടിച്ചു കുലുക്കുന്ന തരത്തിലാണ് RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വന്നതോടെ ആ മുന്നണിയിൽ തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും മുന്നണിയെ തന്നെ പിടിച്ചു കുലുക്കുകയും ചെയ്യുന്ന തരത്തിലാണ്. CPI മാത്രമല്ല മറ്റ് ഘടകകക്ഷി നേതാക്കളടക്കം MR അജിത്കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. RJDയും NCPയും അടക്കം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അവിടെയാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വലിയ പ്രസക്തമാകുന്നത്. അദ്ദേഹം ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോഴാണ് ഈ വിഷയം വരുന്നത്, അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതായത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യം ഇതുവരെ സർക്കാർ ഗൗരവമായി കണ്ടില്ല, അല്ലെങ്കിൽ ബോധപൂർവം ഈ റിപ്പോർട്ട് വൈകിച്ചു എന്നത് തന്നെയാണ്. അവിടെ ആ ഒരു താല്പര്യം എന്താണ്, അങ്ങനെ ആ റിപ്പോർട്ട് വൈകിച്ചതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഇപ്പോൾ ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ വളരെ പെട്ടെന്ന് റിപ്പോർട്ട് ചോദിക്കുകയും 24-ന് കൈമാറണമെന്ന് പറയുകയും അതിനു മുൻപ് തന്നെ കൈമാറുകയും ചെയ്യുന്ന സാഹചര്യം അതെന്തുകൊണ്ട് ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. മാത്രമല്ല നമുക്ക് EP ജയരാജൻ്റെ സാഹചര്യം അറിയാം. അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പോയത് എങ്ങനെയാണെന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വരുന്നു. EP ജയരാജൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നത്, ഒരാൾ ആദ്യം വീട്ടിലേക്ക് വരികയാണ്, അപ്പോൾ തനിക്ക് മനസ്സിലാകുന്നില്ല, BJPയുടെ നേതാവാണെന്നും ആദ്യത്തെ നോട്ടത്തിൽ മനസ്സിലാകുന്നില്ല, പിന്നീട് അദ്ദേഹത്തെ കണ്ടു, മനസ്സിലായി, അപ്പോൾ തന്നെ വീട്ടിൽ വന്നൊരാൾ എന്ന നിലയ്ക്ക് അവിടെ വിളിച്ചിരുത്തി പുറത്തേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നു. വിനോദം ഒന്ന് തുടരുക. TN പ്രതാപനുണ്ട് നമുക്കിപ്പം. TN പ്രതാപൻ, ഈ കെ മുരളീധരൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്ന, ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് രേഖാമൂലം ഈ പൂരം അട്ടിമറിയുണ്ട് എന്നൊരു പരാതി പോലും നൽകിയില്ല എന്നതാണ് ആക്ഷേപം ഒന്ന്. കാരണം MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നപ്പോൾ മാത്രമാണ് ഇത്തരമൊരു ശക്തമായ നിലപാടെടുക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായത് എന്നൊരു ആക്ഷേപമുണ്ട്. 100% തെറ്റാണ്. പൂരം അലങ്കോലപ്പെടുത്തിയ ആ സന്ദർഭത്തിൽ തന്നെ അവിടെ എത്തിയ UDF സ്ഥാനാർത്ഥിയായ K മുരളീധരൻ അന്ന് തന്നെ മാധ്യമങ്ങളോട്, അന്ന് രാത്രി പറഞ്ഞു, രാവിലെയും പറഞ്ഞു, പഴയ മാധ്യമ ക്ലിപ്പിംഗ്സ് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് അന്വേഷണം നടത്തണം. പ്രത്യേകിച്ചും ഈ സേവാഭാരതിയുടെ ആംബുലൻസിൽ മുന്നിലും പിന്നിലും പോലീസ് വാഹനങ്ങൾ അകമ്പടി വെച്ച് എങ്ങനെയാണ് BJP സ്ഥാനാർത്ഥിയെ കൃത്യസമയത്ത് അവിടേക്ക് എത്തിച്ചത് എന്നത് ഇതിനകത്ത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്ന് അന്ന് K മുരളീധരനും ഞാനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആവർത്തിച്ചു. അന്ന് തന്നെ K മുരളീധരൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം, നിർബന്ധമായും അന്വേഷണം വേണം, ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. ഈ ഭൂരവിശ്വാസികളുടെയും പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുക. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേവലം ഒരു കാഴ്ചഭംഗി മാത്രമല്ല, അതിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഈ ഉത്സവത്തിന് നടത്തപ്പെടുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിഷ്ഠകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും, ക്രമങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ആ ക്രമങ്ങളിൽ ഒന്ന് തെറ്റിയാൽ സ്വാഭാവികമായും വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിക്കും. അപ്പൊ അങ്ങനെ വിശ്വാസികളെ വല്ലാതെ വ്രണപ്പെടുത്തിയ, വേദനിപ്പിച്ച ഈ സംഭവത്തിൽ കൃത്യമായും ഒരു അജണ്ടയുണ്ട് എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു. K മുരളീധരൻ അന്ന് ആവർത്തിച്ച് പറഞ്ഞു. പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇത് ഡീലിന്റെ ഭാഗമാണെന്നും കൂടി ഞങ്ങൾ പറഞ്ഞു. CPM-ഉം BJP-യും തമ്മിൽ ഉന്നത തലത്തിൽ ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ് ഈ പൂരം കളിച്ചത് അന്നേ പറഞ്ഞതാണ്. പല ക്ലിപ്പിംഗ്സ് നോക്കിയാൽ പിന്നെ ന്യൂസ് 18 ഉൾപ്പെടെ മനസ്സിലാകും. ഞങ്ങൾക്ക് സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് K മുരളീധരൻ എന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ തൃശ്ശൂർ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്? കാരണം ഇതിൽ ആരോപണ വിധേയൻ ADGP ആണ്. ADGP ആണ് ഈ പൂരം കലക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആൾ. ആ ADGP-യെ തന്നെയാണ് അന്വേഷിക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിച്ചത്. ആ ADGP തന്നെ ചുമതല ഏൽപ്പിച്ച എന്തർത്ഥം? കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നു എന്നതിന് തുല്യ. ADGP ഇതിന് ഗൂഢാലോചന നടത്തി തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് ഇതെല്ലാം കൃത്യമായും പ്ലാൻ ചെയ്ത് BJP-ക്കും അനുകൂലമാകാവുന്ന രീതിയിലുള്ള ഹിന്ദു വികാരത്തെയും പൂരവിശ്വാസികളുടെ വികാരത്തെയും അങ്ങോട്ട് തിരിച്ചുവിടാൻ നേതൃത്വം കൊടുത്തു. ആ ADGP-യെ തന്നെ ഇതിന്റെ പേരിൽ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് ശരിയല്ല. ഈ അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന കാര്യം ഇപ്പൊ തന്നെ ഈ ന്യൂസ് 18 പറയാം. ഇത് പറയാൻ പോണത് കേന്ദ്ര ഏജൻസിയായ പെസോ, ഈ പൂരങ്ങളുടെ വെടിക്കെട്ടുകളുടെ കാര്യങ്ങൾക്കെല്ലാം അനുമതി കൊടുക്കുന്ന പെസോ, അവര് ഇത്ര ഡിസ്റ്റൻസ് വേണം, ഇന്ന വേണം എന്ന് പറഞ്ഞു. അവരുടെ നിർദ്ദേശത്തിനും നിയന്ത്രണത്തിനും വിധേയമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്നായിരിക്കും ADGP ഈ അജിത് കുമാർ കൊടുക്കാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ട്. നോക്കിക്കോളൂ,
ഇപ്പോ DGPയുടെ കയ്യിലുള്ള റിപ്പോർട്ട്, നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പോണ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോ അതിലുണ്ടാകാൻ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല, വീഴ്ച പിന്നെ ഇവർക്കാണ്, പെസോനാണ്, അത് കേന്ദ്ര ഏജൻസിയെ പെസോനാണ് പറ്റിയത് എന്ന് പറയും. ഇതല്ല വസ്തുത. എന്നുള്ളത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വത്തിന്റെയും സെക്രട്ടറിമാരുടെ കയ്യിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തെന്ന് പറഞ്ഞു. അത് മാത്രമാണോ? ആ ഉത്സവ പറമ്പിൽ ഉണ്ടായിരുന്ന, തൃശൂർ പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്ന ഞങ്ങളെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകളിലും വിശ്വാസികളെ ആളുകൾ ആരെ കയ്യിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ലല്ലോ, ഒരാളെ കയ്യിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഈ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ട, കൃത്യമായും പോലീസിനെ സംരക്ഷിക്കാൻ വേണ്ടി ADGP, പ്രതിയായ ADGP, ആരോപണ വിധേയനായ ADGP, ആ ADGP തന്നെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ടാണ് ജുഡീഷ്യൽ എൻക്വയറി വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായേ മതിയാകും. ഞങ്ങൾ അതുകൊണ്ട് ഈ 28-ാം തീയതി തൃശ്ശൂരിൽ തെക്കേ ഗോപുരനടയിൽ, പൂരം ഇറക്കം നടക്കുന്ന തെക്കേ ഗോപുരനടയിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായും വിശദീകരണ യോഗം വെക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പങ്കെടുത്ത് ഞങ്ങളുടെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണം. ഇപ്പൊ കൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി പറയുന്നത് വരെ, ഈ മുഖ്യമന്ത്രി ഈ അടുത്ത് പരാതി പറയുന്നത് വരെ റിപ്പോർട്ട് കയ്യിൽ വെച്ചു. 5 മാസമായി റിപ്പോർട്ട് കയ്യിൽ വെച്ചു. അതിനർത്ഥം ഈ റിപ്പോർട്ട് കൊടുക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. 14 ദിവസം കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് 5 മാസം കയ്യിൽ വെച്ച് കൊടുക്കാതിരുന്നത്. അതിനാൽ ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. ADGP കള്ളന്റെ കയ്യിലാണ് താക്കോൽ. ആ കള്ളന്റെ കയ്യിലുള്ള താക്കോല്, ആ കള്ളൻ കൊടുക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് ഞങ്ങളുടെ നിലപാട്. യെസ്, അതാണ് കോൺഗ്രസ് നിലപാട്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ വിശദീകരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരം നീക്കങ്ങൾ നടക്കുകയാണ്. അതേസമയം CPI, ഇടതു മുന്നണിക്കകത്ത് തന്നെ ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ടിൽ വിശ്വാസ്യത ഉയരുന്നില്ല എന്നതാണ് പശ്ചാത്തലം. ആസൂത്രിതമായ നീക്കമാണ് പൂരം കലക്കിയതിൽ സംഭവിച്ചത് എന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായ VS സുനിൽകുമാർ ആരോപിക്കുന്നു. ഇത്തരം ആളുകളുടെ രാഷ്ട്രീയമായ ഇടപെടലുകളും അതിനു വേണ്ടിയിട്ടുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രണവും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാനത് ഇനിയിപ്പോ അതിനെപ്പറ്റി വേറെ കാര്യങ്ങൾ, ഞാൻ ഇതിപ്പോ പറഞ്ഞ കാര്യം ഇത് നേരത്തെ പുതിയ കാര്യമൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബാഹ്യ ഇടപെടലില്ല എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ആ ഇടപെടൽ സംബന്ധിച്ച് ഇനിയിപ്പോ ആ റിപ്പോർട്ട് അതില്ലെങ്കിൽ പിന്നെ ബാക്കി റിപ്പോർട്ട് അന്വേഷണം വേണോ വേണ്ടത് അപ്പം തീരുമാനം. ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ബാഹ്യ ഇടപെടലില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതായത് ഇടതുമുന്നണി സർക്കാരിലെ ADGP DGPക്ക് കൈമാറിയെന്ന ഈ റിപ്പോർട്ട് അംഗീകരിക്കപ്പെടാൻ അവിടുത്തെ CPI നേതാക്കൾ തയ്യാറാവുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത് മുന്നണി നേതൃത്വത്തെ എങ്ങനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണ്. ഗുരുതരമായ പ്രതിസന്ധിയാണ് ഈ പൂരം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നത് എന്നതാണ് സാഹചര്യം. ഇന്നലെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമുണ്ടാവുന്ന രാഷ്ട്രീയ പശ്ചാത്തലം അത് ഇടതുമുന്നണിയിൽ ഘടകകക്ഷികൾക്ക് അത്ര അനുകൂലമല്ല. അതിന് പിന്നാലെയാണ് ഈ പൂരം വിവാദം ഒന്നുകൂടി സജീവമാവുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, VS സുനിൽകുമാർ അടക്കമുള്ളവർ കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഒരു കാര്യം കൂടി, ഇനി ഈ റിപ്പോർട്ടിൻ്റെ അടുത്ത സാങ്കേതിക നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രിക്ക് ഇത് കൈമാറ്റപ്പെട്ടാൽ സ്വാഭാവികമായും റിപ്പോർട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഈ ജുഡീഷ്യൽ അന്വേഷണ ആവശ്യമൊക്കെ സർക്കാർ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ടോ വിനോദ്? സൈത്ത്, സർക്കാരിനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമല്ല. കാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർ പ്രത്യക്ഷ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നു, വിശദീകരണ യോഗവുമായി മുന്നോട്ട് പോകുന്നു. ഇതിനപ്പുറത്തേക്ക് മുന്നണിയിൽ തന്നെ വലിയ ഉലച്ചിലുണ്ടാക്കിയ ഒരു സംഭവമാണ്. CPIയെ പാടെ തള്ളിക്കൊണ്ടാണ് MR അജിത്കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. വിനോദ് വിശ്വം ഇപ്പോൾ വിദേശത്താണ്, അദ്ദേഹം തിരിച്ചു വരേണ്ടതുണ്ട്. പക്ഷേ VS സുനിൽകുമാറിന്റെ അടക്കം വാക്കുകൾ അത് വളരെയധികം അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം ഈ ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന കാര്യം വിശ്വസിക്കുന്നില്ല എന്ന് പ്രധാനപ്പെട്ട CPIയുടെ നേതാവ് പറയുമ്പോൾ ദിവസത്തെ പ്രകാശ് ബാബുവിന്റെ ലേഖനമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുമ്പോൾ അങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പ്രധാനമായും CPI എടുക്കുന്നത്. മറ്റ് ഘടകകക്ഷികളും അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന നിലയിലല്ല ഇടതുമുന്നണിയിലുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി പൂർണ്ണമായും ഒരു കവചമൊരുക്കുകയാണ് ADGPക്ക്. അദ്ദേഹം പറയുന്നത് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം, പിഴവുണ്ടെങ്കിൽ നടപടിയുണ്ടാകും എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ്.
രണ്ട് നേതാക്കളെ തൃശ്ശൂരും തിരുവനന്തപുരത്തും കണ്ടു. സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞൊഴിയുമ്പോഴും ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ നിലയ്ക്ക് സ്വകാര്യ വാഹനത്തിലെത്തി ഇങ്ങനെ ഒരു സന്ദർശനം നടത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം മറ്റ് ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ADGP ഈ വിവരം നിഷേധിക്കുന്നുമില്ല. പക്ഷേ EP ജയരാജൻ എങ്ങനെയാണ് പുറത്തു പോയത്? പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയും അവിടെ നിന്ന് അദ്ദേഹം സ്വീകരിച്ചിരുത്തി പുറത്തേക്ക് പോയി എന്ന് പറയുകയും ചെയ്തു. എന്നിട്ടും രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്ന് ജയരാജൻ വിശദീകരിച്ചിട്ട് കൂടി ഈ ബന്ധത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പാവിക്കൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാവിയാകുമെന്നാണ്. അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് രണ്ട് RSS നേതാക്കളെ കണ്ട ADGPയുടെ ദൗത്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശം എന്തായിരുന്നു? അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയോ ADGPയോ സർക്കാരോ വിശദീകരിക്കുന്നില്ല. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് മാത്രമല്ല മുന്നണിക്കുള്ളിൽ നിന്നുള്ള എതിർപ്പ് കൂടി മുഖ്യമന്ത്രി നേരിടേണ്ടി വരുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ രീതിയും അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവവും നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അങ്ങനെ കാര്യമായ മാറ്റം വരുത്താൻ പോകുന്നു എന്ന് തോന്നുന്നുമില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒരു മാറ്റം വരുത്താൻ CPIയും തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും, സങ്കീർണമാകും എന്ന കാര്യം ഉറപ്പാണ്. സൈത്ത്, യെസ്, അതാണ് കൃത്യമായ സാഹചര്യം വിനോദ് സൂചിക്കുന്നത്. KK വത്സരാജ് CPIയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വത്സരാജ്, ജുഡീഷ്യൽ അന്വേഷണ ആവശ്യം ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നുണ്ടോ? ഞങ്ങളൊരു ആവശ്യം അങ്ങനെ ഉന്നയിച്ചിട്ടില്ല. റിപ്പോർട്ട് എന്താണെന്ന് പുറത്തു വരട്ടെ, അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു നിലപാട് പറയും. ആ റിപ്പോർട്ട് പുറത്തു വന്നാലാണ് ഞങ്ങളുടെ ഒരു നിലപാട് പറയാൻ പറ്റുക. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഞങ്ങൾക്കെല്ലാം ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് അത് മുന്നണി സംവിധാനത്തിൽ കിട്ടാൻ അല്പം താമസം ഉണ്ടാവും. പക്ഷേ മാധ്യമങ്ങൾക്കത് എൻ്റെ കൃത്യമായ വിവരവും കോപ്പികളും ഒക്കെ ലഭ്യമാവുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് പുറത്തു നിന്നൊരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്ന കാര്യം. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമാണ് റിപ്പോർട്ട്? അല്ല, ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ഇന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വിമർശനം അന്നേ ഉന്നയിച്ചിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിമർശനം ഉണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അന്വേഷിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാടപ്പോ ഒരു ബാഹ്യ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് CPI കൃത്യമായി തന്നെ വിശ്വസിക്കുന്നു, അല്ലേ? ബാഹ്യ ഇടപെടൽ എന്നല്ല, അതിനകത്ത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കളിച്ചു എന്നാണോ, അതല്ല മറ്റ് ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഗൂഢാലോചന നടത്തിയെന്നാണോ? അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണല്ലോ, അതിന്റെ തൊട്ടു മുമ്പാണല്ലോ ഈ സംഗതി നടക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യം അതിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആര് കളിച്ചു, എന്ത് കളിച്ചു എന്നൊക്കെ റിപ്പോർട്ട് വരുമ്പോ അതിനെക്കുറിച്ച് ഗവൺമെന്റിന്റെ തലത്തിലുള്ള അന്വേഷണമല്ലേ. റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അല്ല, അത് റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാത്തിരിപ്പ് നീണ്ടുപോയി. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയാണ് റിപ്പോർട്ട് കൈമാറി. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ റിപ്പോർട്ട് കൈമാറിയതിന്റെ വിശദാംശം നിങ്ങൾ മീഡിയ പറയുന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് റിപ്പോർട്ട് എന്ന് പറയണല്ലോ, ഒരു ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് പറയണല്ലോ. അങ്ങനെ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് അതിനൊരു നിലപാട് പറയാൻ പറ്റും. MR അജിത് കുമാർ കൈമാറിയ റിപ്പോർട്ടിൽ അദ്ദേഹം തന്നെ ആരോപണ വിധേയനാണ്. നിങ്ങൾ അടക്കം അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിൽ കണ്ടെത്തലുകളില്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം. ആ ബോധ്യത്തിൽ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു റിപ്പോർട്ടാണ്, അതിൽ മറ്റ് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഗൂഢാലോചനയില്ല എന്ന റിപ്പോർട്ടാണെങ്കിൽ ഇക്കാര്യത്തിൽ തുടർ അന്വേഷണം ആവശ്യപ്പെടുമോ CPI എന്നതാണ് ചോദ്യം. അല്ല, അതൊരു സാങ്കല്പികമായ ചോദ്യമാണ്. റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. അങ്ങനെ പുറത്തു വന്നാൽ ഞങ്ങളുടെ നിലപാട് അപ്പോൾ പറയും. യെസ്, എന്തായാലും പറയാൻ കഴിയില്ല. യെസ്, CPIയുടെ നിലപാട് അതാണ്. പക്ഷേ സ്ഥാനാർത്ഥി അവിടെ VS സുനിൽകുമാർ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന പശ്ചാത്തലം കൂടിയുണ്ട്.